ഇന്നല്ലേ റംസാനൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് പത്തിരിയുടെ കൂടെയൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റിയ വറുത്തരച്ച കോഴിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇനി ഇതാ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു മുറി തേങ്ങയും അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളിയും ഇട്ടിട്ട് ഇതാ വറുത്തെടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കണം. അരപ്പിൽ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അത് മുഴുവനായി ചേർത്താലാണ് കോഴിക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ വലിയ ജീരകവും പിന്നെ അതിലേക്ക് 3 ഏലക്ക, 3 കറാമ്പൂ, ഒരു കഷ്ണം പട്ട ഇവയൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കുക കേട്ടോ. ഇനി ഇതാ ഒരു കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ല വഴന്ന് വരണം. ഏകദേശം ഒരു ബ്രൗൺ നിറമാകുന്നതിൻ്റെ അടുത്ത് വരെ വഴന്ന് വരണം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ആയി കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഉള്ളി വഴന്ന് വന്നതിന് ശേഷം വേണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ. അതുപോലെ തന്നെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം അതിലേക്ക് 2 വലിയ തക്കാളി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ തക്കാളിയൊക്കെ വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടിയാണ്. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം കേട്ടോ. ഇനി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് എത്ര കറി വേണം അതിനനുസരിച്ചിട്ട് കറി റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിന് തൂമിക്കണമെന്നൊന്നുമില്ല. നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ നല്ല വാട്ടിയിട്ടാണ് കറി വേവിച്ചിട്ടുള്ളത്, ചിക്കനൊക്കെ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.